നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് ശ്രീദേവി തന്റെ നിരപരാധിത്വമൊക്കെ മീനാക്ഷിയുടെ മിത്രയുടെ മുന്നിൽ വെളിപ്പെടുത്തുക. പക്ഷേങ്കില് അതൊക്കെ കേട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇവിടെ തീരുമാനം എടുക്കുന്ന അവരല്ല. അവർക്ക് മനസ്സിലായി ശ്രീദേവിയുടെ നിസ്സഹായാവസ്ഥ എന്താന്ന്. ശ്രീദേവി പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ശരിക്കും ഞാൻ ബലിയാടാകുക ചെയ്തേ. ഓരോ നിമിഷവും ഇവിടെ ഞാൻ നീറിയ കഴിഞ്ഞുകൊണ്ടിരുന്നേ. നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്ന പല നിമിഷങ്ങളിലും എന്റെ നെഞ്ചു പൊടിയുന്നുണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര കോടീശ്വരന്മാരാണ്. അല്ലെങ്കിൽ ശ്രീദേവിയുടെ അടുത്തേക്ക് എന്തിന്റെ കുറവാന്നൊക്കെ ചോദിക്കുന്ന സമയങ്ങളിൽ, നിങ്ങൾ പറയുന്ന സമയങ്ങളിൽ എന്റെ നെഞ്ച് എത്രമാത്രം പിടഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ ഉരുക്കുമായിരുന്നു ആ സമയത്തൊക്കെ. ശരിക്കും നേരെ ചൊവ്വേ ആഹാരം കഴിക്കാനുള്ളൊരു വകയില്ലാത്ത വീട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നേ, അതും വാടക വീട്ടിൽ നിന്ന്. എൻ്റെ അച്ഛൻ നേരത്തെ ബിസിനസ്സുകാരനൊക്കെ ആയിരുന്നു. പക്ഷെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് അച്ഛൻ തകർന്നു പോയി. അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അച്ഛനും ഓരോരുത്തരെയൊക്കെ പറ്റിച്ച് പണം ഉണ്ടാക്കും. അമ്മയാണെങ്കിലോ അച്ഛനോടൊപ്പം എന്തിനും ഏതിനും കൂട്ടുവന്നു. പക്ഷെ എനിക്കതൊന്നും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ആദ്യം മുതലുള്ള കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഗോമതിയുടെ വരവ്. ഗോമതി വന്നിട്ട് ചോദിച്ചു, എന്താടി ഇവിടെ? നിങ്ങൾ രണ്ടും എന്താ ഇവളുടെ അടുത്തിരിക്കണേ? അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മേ മിണ്ടരുത്. ഇവള് നമ്മളുടെ കുടുംബത്തോട് ചതി ചെയ്താ. ഇവള് എന്ത് കള്ളക്കഥകളാ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അതെല്ലാം കേട്ട് വിശ്വസിച്ചോണ്ടിരിക്കുവാണ്. മിത്ര പറഞ്ഞു, അപ്പച്ചി അതിന് ശ്രീദേവി വെച്ച് കള്ളക്കഥ ഞങ്ങളോട് പറഞ്ഞില്ല. ദേ മിത്രേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവളുടെ ഭക്ഷണം ചേർന്ന് ന്യായീകരിക്കാൻ വന്നാണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. അതും പറഞ്ഞ് മിത്രയുടെ നേരെ കൈ ഓങ്ങുവാണ്. പിന്നീട് ശ്രീദേവിയുടെ അടുത്ത് എന്നിട്ട് ശ്രീദേവിയുടെ മുടുക്കത്തിനോട് കുത്തിപ്പിടിച്ചു. നീ ആരാന്നടി വിചാരം? ഇത്രയും കാലം എന്റെ കുടുംബത്തെ, എന്റെ മകനെ പറ്റിച്ചിട്ട് ഇവിടെ സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചോ? എടി, ഇതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ കള്ളത്തരങ്ങൾ നീ പറഞ്ഞിട്ടുണ്ടേ? ഇത് മാത്രമുള്ളോ അതോ ഇനി ഇത് കൂടുതൽ ഞങ്ങൾ കേൾക്കാനുണ്ടോ? സത്യം പറയടി. അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ടേ. ഇത്രയും കാലം ഇവിടെ സുഖിച്ച് ജീവിച്ചിട്ട് നീ ഒരു വാക്കെങ്കിലും പറഞ്ഞോ? നിന്നെ ഞാനെ സ്വന്തം മകളെ കാലം കാര്യമായിട്ടാ കരുതിയത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു നിന്നോട്. എടി, എന്തിനാടി ഈ ചതിയൊക്കെ ചെയ്തേ? എന്റെ മോനെ ചതിച്ച് അവന്റെ ജീവിതത്തിലേക്ക് വന്ന് അവന്റെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞത്. അമ്മ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആൺതേട്ടനെ ചതിക്കണമെന്ന് കരുതി ഞാൻ വന്നിട്ടില്ല. ഇല്ലടി, നീ വന്നിട്ടില്ല. നിനക്ക് ഒരു വാക്ക് കല്യാണത്തിന് മുമ്പ് പറയാൻ മേലായിരുന്നോ? ഇനിയിപ്പം നിന്റെ അച്ഛനും അമ്മയും ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ നിനക്ക് ആനന്ദനോട് പറയായിരുന്നു, അല്ലെങ്കിൽ എന്നോടോ ആരുടെങ്കിലും പറയായിരുന്നു. എത്ര വട്ടം അവിടെ വന്ന് പല കാര്യങ്ങളും അന്വേഷിച്ചു. അന്നൊന്നും നീ ഒന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്തൊരു വലിയ നാടകമായിരുന്നു. കോടീശ്വരനായ ഉദയഭാനുവിന്റെ മോള്. അത് മാത്രമല്ല, ഇടയ്ക്ക് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മലേഷ്യന്നോ കൊറിയന്നോ ഔഷധ സസ്യം കൊണ്ടിരുന്നു. എന്തൊക്കെയായിരുന്നു ഈ കൊണ്ടുവന്നത്? എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചത്? അവിടെ ഇവിടെ ഏക്കറ കണക്കിന് ഓറഞ്ച് തോട്ടം ബിസിനസ്. ഇന്ന് മലേഷ്യയിലാണ്, നാളെ സിംഗപ്പൂര്. ഇടി, നിന്റെ അച്ഛന് മലേഷ്യ ട്രിവാൻഡ്രോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോടി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രീദേവിയുടെ മുഖമൊക്കെ അങ്ങ് താണു. വലിയ ബിസിനസ്മാനാണ് പോലും. ഇനി പല കാര്യങ്ങളും ഞങ്ങൾക്ക് സംശയമുണ്ട്. അന്ന് ഈ കുറെ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് വന്നില്ലേ, അതൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട്. സ്വർണ്ണമാണോ വെള്ളിയാണോ പൂശാണോ എന്ന്. നീയൊക്കെ ഇതിലപ്പുറം കാണിക്കും. എടി, ഇതല്ലാതെ വേറെന്തേലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? അമ്മേ, ഞാനൊരു കള്ളത്തരം പറഞ്ഞിട്ടില്ല. വേണ്ടേ, നീ കൂടുതലൊന്നും പറയണ്ട. പുണ്യവതി ശമയൊന്നും വേണ്ട. നിനക്കിട്ടുള്ള പണി ഞാൻ തരാം. അങ്ങനെ അങ്ങോട്ട് ഉദയഭാനുവിനെ ശ്രീകലയിലും വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല. എനിക്കിട്ട് പണി തന്നാണെങ്കിൽ, എന്റെ കുടുംബത്തിനിട്ട് പണി തന്നാണെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടി. അവരിങ്ങോട്ടേക്ക് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അപ്പച്ചി എന്താടി, എന്താ കാര്യം? അതെ, ശ്രീദേവി വെച്ചിന് ഇങ്ങനെ വഴക്കൊന്നും പറയണ്ട, മിണ്ടരുത്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മ ഒന്ന് പൊയ്ക്കേ, ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകണം. കയ്യേന്ന് വിടേന്ന് പറഞ്ഞോണ്ട് കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ഗോമതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് മീനാക്ഷി ശ്രീദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിലത്തിരിക്കുകയാണ്. മീനാക്ഷിക്കും മിത്രയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യമായിട്ടാണ് അമ്മ ഇത്ര ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ പറയണേ മീനാക്ഷി ആണെങ്കിലും മിത്രയ്ക്ക് ആണെങ്കിലും കാണുന്നേ. ഇതിനു മുമ്പ് ഇത്ര ദേഷ്യമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും. അതേ സമയത്ത് ബാലൻ ഒരു തീരുമാനം എടുത്തു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കണമെങ്കിൽ ഉദയഭാനുവിനെ ഇവിടെ വിളിച്ചു വരുത്താം. അതിന് വേണ്ടിയിട്ട് ബാലൻ ഉദയഭാനുവിനെ വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉദയഭാനുവിന്റെ ഫോണിലേക്ക് വിളിക്കുക. ഉദയഭാനു ഭയങ്കര സന്തോഷത്തിലാ. ഇന്ന് കുറച്ച് പൈസയൊക്കെ കിട്ടി. അപ്പൊ അതിന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു വീട്ടിലേക്ക് വന്നത്.
ഇനി അടിച്ചു മാറ്റാം, ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാം. ഗോമതി സ്റ്റോഴ്സിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇനിയും വാങ്ങിക്കണം. ഇങ്ങനെ ഇന്ന് കുറച്ച് പൈസ കിട്ടിയല്ലോ. അങ്ങനെ ശ്രീകലയാണെങ്കിലോ അടുക്കള തിരക്കിട്ട് പാചകത്തിന്റെ പണിയിലുമായിരുന്നു. അപ്പോഴാണ് ബാലന്റെ കോള് വരുന്നത്. ഇയാളെന്താ പോലും ഈ സമയത്ത് വിളിക്കണേ? അങ്ങനെ ഉദയഭാനു കോൾ എടുത്തു. ഹലോ മിസ്റ്റർ ബാലൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുക. അല്ല സാറ് ഫ്രീ ആണോ ഇപ്പം? അതെ അതെ, ഞാൻ കുറച്ച് അർജന്റ് മീറ്റിംഗിലായിരുന്നു. എന്നാലും സാരമില്ല, ബാലനല്ലേ വിളിച്ചത്. ബാലൻ വിളിച്ചു കഴിയുമ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ അടുത്ത് സംസാരിക്കുന്നു അറിയാലോ. ബാലന് അടിമുടി പെരുത്ത് കയറി എങ്കിലും നിയന്ത്രിക്കുവാണ്. അത് പിന്നെ സാറേ, ഞാൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. നാളെ സാറ് ഫ്രീ ആയിരിക്കും. എന്താ ബാല, എന്തെങ്കിലും കാര്യമുണ്ടോ? അത് വീട് വരെ ഭാര്യയും കൂട്ടിക്കൊണ്ടൊന്ന് വരാൻ പറ്റുമോ? എന്തേലും പ്രശ്നമുണ്ടോ ബാല? പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ ബാല, എന്തേലും ഫംഗ്ഷൻ ആണോ അവിടെ? ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, സാറിന് വരാൻ പറ്റുമോ? എങ്കിൽ ശരി ബാല, നാളെ വരാന്ന് പറഞ്ഞു. അതേവാനും ആലോചിച്ചു, നാളെ ഫംഗ്ഷൻ ഉണ്ടോ അവിടെ? ഒന്നും ഇതായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ മോള്. ഇനിയിപ്പോൾ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് പറയും വേണ്ടാന്ന് പറയും, വരണ്ടാന്ന് പറയും. ബാലിന് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് വിളിക്കുന്നതല്ലേ. ചിലപ്പോൾ ആരുടെയും വല്ല ബർത്ത്ഡേ ഫംഗ്ഷനോ അവളുടെ വല്ല വെഡിങ് ആനിവേഴ്സറി എന്നാണ് നടത്തില്ല. ഫ്രീ ആയിട്ട് ശാപ്പാട് കിട്ടുന്ന അപ്പോൾ പോകാം, അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാം, ശ്രീകലയും കൂട്ടിക്കൊണ്ട് പോകാം. അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു ഉദയഭാനുവിന്റെ മനസ്സിൽ. പിന്നീട് ശ്രീകലയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, ശ്രീകലെ നാളെ നമുക്ക് ശ്രീദേവി മോളുടെ വീട്ടിലേക്ക് പോകണം. അതെന്തിനാ ഉദയേട്ടാ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നേ? എടി ആ ബാലൻ വിളിച്ചിട്ടുണ്ട്, നാളെ അവിടം വരെ ചെല്ലാൻ. അതെന്താ, നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? എടി അതൊന്നും അല്ല, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ ഇങ്ങനെ വിളിക്കുമോ? നേരെ ഇങ്ങോട്ടേക്ക് വരത്തല്ലേ ഉള്ളൂ. നമ്മുടെ കഴുത്തറുത്ത് മാറ്റി വെക്കും. ഇതൊന്നും അല്ല. പിന്നെ എന്തോ ഫംഗ്ഷൻ ആണെന്ന് തോന്നേ. എന്നിട്ട് മോള് വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയുണ്ടെ അവള് വിളിച്ച് പറയണ്ടല്ലേ. എടി അവളുടെ സ്വഭാവം അറിയാലോ, നമ്മളെ കണ്ണെടുത്താൽ കാണത്തില്ല. നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന അവൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അവള് വിളിക്കാത്ത. നമ്മള് നാളെ അങ്ങോട്ട് ചെല്ലണം. ബാലൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലാം. അത് ശരിയാ, നമ്മുടെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൾക്ക് പഴയതുപോലെ ഒന്നുമല്ല, നമ്മളോട് ഒരു സ്നേഹവും ഇല്ല. ഇത് കേട്ടത് ഉദയഭാനു പറഞ്ഞു, അത് ശരിയാ. അവളോട് ഇത്തിരി പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ? പൈസയോ? അതിന് ഉദയേട്ടൻ എപ്പോഴാണ് അവളോട് പോയി പൈസ ചോദിച്ചേ? അല്ല, ഞാൻ അങ്ങോട്ട് പറയുകയോ ചെയ്തതേ. ഇതേ ഉദയേട്ടാ, വെറുതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ മോളെ നാണം കെടുത്തുന്ന പരിപാടികളൊന്നും ചെയ്തേക്കല്ലെന്നൊക്കെ പറഞ്ഞു. അതേസമയം ബാലൻ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. നാളെ ഉദയഭാനു വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട്. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി വന്നിട്ട് കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരിക്കുവാണ്. പിന്നീട് ബാലൻ പറഞ്ഞു, ഗോമതി എന്നോട് ക്ഷമിക്കുക, എൻ്റെ ഭാഗത്താ തെറ്റ്. ഞാൻ കൂടുതൽ അന്വേഷിക്കേണ്ടതായിരുന്നു. ഞാനൊന്നും അന്വേഷിച്ചില്ല ബാലേട്ട. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ അപ്പം ബാലേട്ടനോട് പറഞ്ഞു പോയതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാ? ബാലേട്ടൻ പറയുന്നില്ല, ഈ പറയുന്ന വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും എനിക്കില്ല. എന്നാലും എനിക്ക് എല്ലാവരും സ്നേഹിക്കാൻ അറിയാം. അങ്ങനെ ഞാൻ സ്നേഹിച്ച എൻ്റെ മരുമോളായിട്ടല്ല, മകളായിട്ട് അവളെ സ്നേഹിച്ചേ. എന്നിട്ട് ഒടുവിൽ കണ്ടില്ലേ ഇത്രയും വലിയൊരു ചതി. എന്നാലും കല്യാണത്തിന് ഒരു ദിവസം മുമ്പെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. നമ്മുടെ ധർമ്മന്റെ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ. അവൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ കാരണം ആരാ? ഉദയഭാനു അല്ലേ? ബാലൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട ഗോമതി, അതിനുള്ള പരിഹാരം നാളെ കാണാം. നാളെ ഉദയഭാനുവിനെ സ്ത്രീകളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. അവരിവിടേക്ക് വരും. നാളെ ഇവിടെ വെച്ച് നമുക്ക് തീരുമാനം എടുക്കാം. അല്ല ബാലേട്ടൻ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? എന്ത് തീരുമാനിക്കാനായിട്ട്? അവളിനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ബാലേട്ട, അടിക്ക് തിരിച്ചടി എന്നെ കൊടുക്കണം. എൻ്റെ കുടുംബം ഇല്ലാതാക്കി, എൻ്റെ മോന്റെ ഭാവി ഇല്ലാതാക്കിയ അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി കാണാൻ പോകുന്ന ഗോമതിയുടെ മറ്റൊരു മുഖമായിരിക്കും. ബാലനും ദേഷ്യമായിരുന്നു. കാരണം താനാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നേ. താൻ കൊണ്ടുവന്ന ആലോചന അതിങ്ങനെയായി പോയല്ലോ. കുറെ കാലം ആലോചിച്ച് കണ്ടെത്തിയൊരു ബന്ധമായിരുന്നു ഇത്. നല്ല കുടുംബക്കാരാന്ന് കരുതി കൊണ്ടുവന്ന. അപ്പൊ അത് ഫെയിലിയർ ആയി പോയതിൻ്റെ ഒരു വിഷമം. അതോടൊപ്പം തന്നെ തൻ്റെ മകന്റെ ജീവിതം താനായിട്ട് തല്ലിക്കെടുത്തിയല്ലോ എന്നൊരു ചിന്തയും ബാലന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെ നാളെ കാണുന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.